നല്ല രസമാണ് കാണാൻ. രാത്രിയില്ല ആർക്കും ഒന്നും ഉറക്കമില്ല, ഭയങ്കര ഉണർന്നിരിക്കുക ചെറിയ നാട്. ദീപം ഇങ്ങനെ കറങ്ങുമ്പോൾ എന്തൊരു പ്രഭയാണെന്നറിയാമോ. ലോകത്ത് ആദ്യമായിട്ടുള്ള ഒരു സംഭവമാണ് 13 വിളക്ക് വലിച്ചു കൊണ്ടുപോകുന്ന സംവിധാനം. നമസ്കാരം. ചെറിയനാട് ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ഒരുക്കുന്ന പള്ളി വിളക്കുകൾ ഏറെ ശ്രദ്ധേയമാണ്. പുറപ്പാടിന് പുലർച്ചെ 2 മണിയോടെയാണ് ഈ പള്ളി വിളക്കുകളിൽ ദീപം തെളിയുന്നത്. ഏതാണ്ട് 13ഓളം പള്ളി വിളക്കുകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ആ രാത്രി കാഴ്ച ഏറെ മനോഹരമാണ്. 50,000-ലധികം വിളക്കുകൾ തെളിയുന്ന മനോഹരമായ കാഴ്ചയാണ്. അത് കേരളത്തിൽ തന്നെ അപൂർവമാണ്. ഈ പള്ളി വിളക്കുകളുടെ നിർമ്മാണത്തിലും ഏറെ പ്രത്യേകതയുണ്ട്. ഏതാണ്ട് 50 അടി ഉയരത്തിലാണ് പള്ളി വിളക്കുകൾ ഒരുക്കിയിരിക്കുന്നത്. അത് വഹിച്ചുകൊണ്ട് പ്രഭയിലാണ് ദീപം തെളിയിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയാണ് നടക്കുന്നത്. ഏതാണ്ട് 50,000-ലധികം ദീപങ്ങളാണ് ഇത് തെളിയുന്നത്. പൂർണ്ണമായും തടികൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന കേരളത്തിലെ തന്നെ അപൂർവമായ പള്ളി വിളക്ക് കാഴ്ചകൾ ഏറെ അത്ഭുതമാകുകയാണ്. ആ വിശേഷങ്ങൾ ആണ് ഇപ്പോൾ ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. കണ്ടില്ലേ, ഇതാണ് ഞങ്ങളുടെ വിളക്ക്. ഇതുപോലെ 13 വിളക്കാണുള്ളത്. ഇതിനകത്ത് മരോട്ടിക്ക തോക്കയാണ് ഉപയോഗിക്കുന്നത്. തോക്ക, ആ തോക്കയിൽ ചെളി വെച്ച് ഉറപ്പിക്കും. അത് ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടി ആരംഭിക്കും. അതിനുശേഷം ഈ മഞ്ഞളിനകത്ത് പുഴുങ്ങിയ തിരിയാണ് ഉപയോഗിക്കുന്നത്. എന്തിനാണെന്ന് ചോദിച്ചാൽ വളരെ പ്രഭ കിട്ടാൻ വേണ്ടിയാണ്. ആ പ്രഭയിലാണ് ആ ചെറിയനാട് മൊത്തം പ്രഭയാകുക. ആ പ്രഭയിലാണ് ഭഗവാൻ എഴുന്നള്ളുന്നത്. അതിനുശേഷം ഇവിടെ അരുണ്യശ്ശേരി പണിക്കരുടെ ഒരു അൻപലിയുണ്ട്. അൻപലി സ്വീകരിച്ചിട്ട് 5 മണിയോടുകൂടി ഭഗവാൻ ക്ഷേത്രത്തിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ ആദ്യകാലത്ത് ഈ വിളക്കുകൾ ഉണ്ടായിരുന്നപ്പോൾ ഈ കായംകുളം രാജാക്കന്മാരുടെ കാലത്താണ് ഈ വിളക്ക് ആദ്യമായിട്ട് പണിയുന്നത്. ആ സമയത്ത് ഇടമങ്കാട് ആശാരിമാർ ശില്പികളാണ്, രാജശില്പികളായ ഇടമങ്കാട് ആശാരിമാരുടെ പ്രയത്നമാണ് ഈ വിളക്കെല്ലാം. അവിടെ അതിനകത്ത് പീതാംബരനാശാരി ഇത് ജീവിച്ചിരിപ്പുണ്ട്. 10 വിളക്കുകളും അദ്ദേഹമാണ് പണിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഐതിഹ്യമാണ് നമ്മുടെ ചെറിയനാട്ടിലുള്ളത്. എപ്പോഴാണ് തെളിയുന്നത് വിളക്ക്? ഇപ്പോൾ വെളുപ്പിന് 2 മണിക്ക് നമുക്ക് പുറപ്പാട് മഹോത്സവം തുടങ്ങുകയാണ്. അപ്പോൾ 2 മണിക്ക് 50,000 ദീപം, ഏകദേശം മൊത്തത്തിൽ 50,000 ദീപങ്ങൾ പ്രഭയാണ് ചൊരിയുന്നത്. ഇത് സ്റ്റെപ്പുണ്ട്, ഇതിൽ കയറി ലാഡർ പോലെ ഉണ്ട്. കയറിയിട്ട് ചെറുപ്പക്കാരെല്ലാം കയറി വിളക്ക് തെളിയും. മരോട്ടിക്ക തോക്ക ഞങ്ങൾ ഈ സ്ഥലങ്ങളിൽ പോയി, ദൂരസ്ഥലങ്ങളിൽ പോയി പറിച്ചുകൊണ്ട് വരും. കരക്കാരെല്ലാം പോയി പറിച്ചുകൊണ്ട് വന്നിട്ട് അത് ചെത്തിയാണ് നമ്മൾ തോക്ക ഉണക്കത്തില്ല, ചെത്തും. മണ്ട ചെത്തിയിട്ട് അതിനകത്ത് തോക്ക പോലെ അതിനകത്ത് എണ്ണ നിറയ്ക്കും. അപ്പോൾ അതിനകത്ത് വെളിച്ചെണ്ണയ്ക്ക് തിളപ്പിക്കും. എന്നിട്ട് അത് തിരി ചേർത്താണ് ഈ വിളക്ക് കത്തിക്കുന്നത്. ഇങ്ങനെ ആ പ്രഭയോട് കൂടി ഇപ്പോൾ ഈ ഇളകാതിരിക്കാൻ വേണ്ടി ഈ ചക്രമാണ്, ഇതിന് ചുറ്റും ചക്രമുണ്ട്. ഈ കറങ്ങും. ആ കറങ്ങുന്ന ആ ദീപം ഇങ്ങനെ കറങ്ങുമ്പോൾ എന്തൊരു പ്രഭയാണെന്നറിയാമോ. ആ കാഴ്ച ദീപം 1,00,000 ഉണ്ട്. 1,00,000 ദീപങ്ങളുണ്ട്. തെളിഞ്ഞു തന്നെ നിൽക്കും. വളരെ ഒരു തോക്ക പോലും ഇങ്ങനെ ഇത് വലിച്ചുകൊണ്ട് പോകുമ്പോൾ ഒന്നുപോലും ഇളകി പോകുന്നില്ല. ആ രീതിയിലാണ് ഇത് നിർമ്മാണം. ഭയങ്കര രീതിയിലുള്ള നിർമ്മാണമാണ്. അത് ക്ഷേത്ര മൈതാനത്തിലേക്ക് പോകുമ്പോൾ ഏകദേശം അവിടെ കത്തിത്തന്നെ നിൽക്കും. തിരിച്ചു പോകുമ്പോൾ മാത്രമാണ്. രാത്രിയാണ് മനോഹരമാണ്, അതിമനോഹരമാണ് ആ കാഴ്ച കാണാൻ. ഈ ചെറിയനാടല്ല, ഒരു വിദൂര സ്ഥലങ്ങളിൽ നിന്ന്, ഞാൻ പറഞ്ഞില്ലേ, ലോക പ്രശസ്തമാണ്. കേരളത്തിലല്ല, ലോകത്ത് ആദ്യമായിട്ടുള്ള ഒരു സംഭവമാണ് 13 വിളക്ക് വലിച്ചു കൊണ്ടുപോകുന്ന സംവിധാനം. തന്നെ വീതിയുള്ള റോഡാണ്. അതുകൊണ്ട് ഇത്ര 40 അടി ഉയരം, 40 അടി ഉയരം, 40ഉം 50ഉം ഇതിനിടയ്ക്കുള്ളത് 30 അടി വീതിയിലാണ് പണിഞ്ഞിരിക്കുന്നത്. ഇത് ഞങ്ങൾ ചക്രം ഇത് അഴിക്കും. ഈ മരം തടി അഴിച്ചിട്ട് പ്രത്യേകം പുരയുണ്ട്. ഇത് പള്ളിവിളക്ക് കൂട്ടുന്ന ഒരുക്കങ്ങളൊക്കെ ഇത് 1-ാം ഉത്സവത്തിന് ആരംഭിച്ചു. ഇന്ന് 5-ാമല്ലേ, 5അല്ലേ, 1-ാം ഉത്സവത്തിലെല്ലാം കൂട്ടി വെച്ചു. ഇന്ന് വൈകുന്നേരം ഇത് കത്തിക്കും. ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവം ഈ വർഷം ജനുവരി 19 കൊടിയേറി, ജനുവരി 28 കൊടിയിറക്കി ആറാട്ടോടുകൂടി സമാപിക്കുകയാണ്. ഭഗവാന്റെ 1-ാം തിരുവുത്സവം 19 തുടങ്ങി. പ്രധാനപ്പെട്ട ദിവസമായ 5-ാം തിരുപ്പുറപ്പാടായ ഇന്ന് ക്ഷേത്രത്തിൽ നിന്നും ഭഗവാന് വൈകിട്ട് 2 മണിക്ക് ശ്രീഭൂതബലി കഴിഞ്ഞിട്ട് പടനിലം മൈതാനിയിലേക്ക് അരിയുണ്ണി പണിക്കർ നൽകുന്ന അൻപലി സ്വീകരിക്കാനായിട്ട് ചെറിയനാട് പടനിലം മൈതാനിയിൽ, ക്ഷേത്ര മൈതാനിയിലേക്ക്
കടന്നു വരും. കടന്നു വരുമ്പോൾ ഭഗവാൻ അകമ്പടി സേവിക്കുവാൻ വേണ്ടി ചെറിയനാട്ടെ 11 കരക്കാരുടെ 13 പള്ളിവിളക്കുകളാണ് ഭഗവാൻ അകമ്പടി സേവിച്ചുകൊണ്ട് പടനാലം മൈതാനിയിലേക്ക് കടന്നു വരുന്നത്. കരകളുടെ പ്രാധാന്യം പറയുമ്പോൾ മണ്ടപരിയാരം കര, എടമങ്കാട് കര, അത്തിമഞ്ചേരിക്കര, മാമ്പ്രക്കര, അരിയന്നൂർ ശേരിക്കര, എടമുറി വടക്ക്, എടമുറി തെക്ക്, മൂലിയോട് കിഴക്ക്, ചെറുവല്ലൂർ കര, തുരുത്തിമേൽ കര, ഹിന്ദുധർമ്മ പരിഷത്ത്, അത്തിമഞ്ചേരി, ഈ കരകളാണ് പ്രാധാന്യം.